നമ്മുടെ കുത്തുബ എന്ന് പറഞ്ഞ വിഷയം വളരെ അർത്ഥവത്തായ രൂപത്തിൽ റമദാനിന്റെ മുന്നോടിയാണ്. റമദാനിന്റെ ബറക്കത്തും അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ കുത്തുബ എന്ന് പറഞ്ഞത്. ആദ്യമായി പറഞ്ഞു, അള്ളാഹു നമ്മുടെ കയ്യിൽ ഇസ്ലാം എന്നൊരു മഹത്തായ ശരീഅത്ത് നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നതാണ്. അള്ളാഹു അത് പാസാക്കിയിട്ട് അതിന്റെ ഏറ്റവും സകല നിയമങ്ങൾ ഒന്നുപോലും ഒഴിവാവാത്ത രൂപത്തിൽ തയ്യാറത്ത നാൾ വരെ വരുന്ന വിഷയങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഇസ്ലാം അത് ഏറ്റെടുത്തതാണ്. ആ ഇസ്ലാം ഞങ്ങളോട് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇവിടെ ദിവസങ്ങൾ മാറി മാറി വരും, കാലഘട്ടങ്ങൾ ചേഞ്ചായി വരും. 25 ഇനി 26 അപ്പോൾ കാലത്തിനൊത്ത മാറ്റം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇസ്ലാം ഉണ്ടാക്കി തന്നിട്ടില്ല. അത് പരിപൂർണമായ രൂപത്തിൽ അത് വിലക്കിയതാണ്. ഇതങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ ധാരാളമായി സൗകര്യങ്ങളും അതുപോലെ നിയമത്തുകളും നമ്മുടെ കയ്യിൽ തന്നപ്പോ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തഗതിയാണ്, എന്താ നിയമങ്ങൾ മാറ്റിയാൽ എന്താ, നിയമങ്ങൾ മാറ്റിയാൽ എന്താ, എന്റെ പണ്ടത്തെ അതേ നിയമം ഇപ്പോ എത്ര കാലമായി ഇസ്ലാം തുടങ്ങിയിട്ട് ആ നിയമം ഇന്നുവരെ മാറിയിട്ടില്ല, നമുക്ക് മാറ്റണം. ഇന്ന് നമ്മുടെ പരിസരങ്ങളിലുള്ള സഹോദരിമാർ, യുവാക്കൾ, നമ്മുടെ മക്കൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും കാണുമ്പോ ആളുകൾ തെറ്റിപ്പോവാൻ ഒരു ഇസ്ലാമിന്റെ ആളുകളായി മുസ്ലിം എന്ന പേര് വെച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തനക്ക് ഷാല് വേണ്ട, മുഖമക്കന വേണ്ട, അതെന്തിനാണ്, അതെന്നോ ഭയങ്കരല്ലേ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മക്കൾ ഇസ്ലാമിനെ തന്നെ കൊന്നനം കുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇസ്ലാമിന്റെ ഐശ്വര്യത്തെ നിലനിർത്തി പെരുമാറട്ടെ. അതുകൊണ്ട് ഉള്ളിലുള്ള നമുക്ക് ഇസ്ലാമിനോടും നിയമങ്ങളോടും ശരീഅത്തിനോടും താല്പര്യം കുറഞ്ഞപ്പോ പുറത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ എങ്ങനെയൊക്കെ മൂലക്കാക്കാൻ കഴിയോ, എങ്ങനെയൊക്കെ വകവരുത്താൻ കഴിയോ, അതിന്റെ ചിന്താഗതിയിൽ അവരിങ്ങനെ കൊടുക്കുകയാണ്. അല്ലെ, ഇന്ന് നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലൊക്കെ മകരാവരത്തൊക്കെ വലിയ രൂപത്തിൽ വഖഫിന്റെ നിയമ ഭേദഗതി വരുത്തിയതിനെതിരായി ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. പല നാടുകളിൽ ശക്തമായതിനെതിരായി ഒരുപാട് മുഅ്മിനീങ്ങൾ രാത്രിയും പകലും ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പക്ഷെ എന്ത് പ്രവർത്തിച്ചാൽ എന്താ, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ഇസ്ലാം മുസ്ലിമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെ വലിച്ചെറിയാൻ തുടങ്ങി. ഇസ്ലാമിനോട് ചെറിയൊരു മഹബത്ത് പോലും ഇല്ലാത്തത് കൊണ്ടല്ലേ നാം കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ ഈ വെള്ളിയാഴ്ചന്റെ ഇടയിലായി നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചെയ്ത പ്രവർത്തനം നാം വായിച്ചതാണ്. അല്ലെ, കുടുംബത്തെ സ്വന്തം ജ്വാലകൾ, സ്വന്തം കുടുംബം, സ്വന്തം കൂടക്കണപ്പ് ഒന്നും കണക്കിലെടുക്കാതെ ലഹരിക്കടിമപ്പെട്ട് അതിന്റെ പിന്നിൽ അതിന്റെ രക്തത്തിനായി സുബ്ഹാനല്ലാഹ് കൊന്നൊടുക്കിയ സംഭവം ഇന്ന് വരെ കേരളത്തിലെ പോലും കേട്ടറിയാത്ത സംഭവമായി ഇനിയുള്ള കാലങ്ങൾ എങ്ങനെയാണ്. കഴിഞ്ഞ കൊല്ലം നമുക്കറിയാം ഒരുപാട് യുവാക്കൾ ആണുങ്ങളായ യുവാക്കൾ അവർ സ്വന്തം തീരുമാനം എടുത്തിട്ട് പെണ്ണുങ്ങളായി മാറി. അല്ലെ, ആണ് പെണ്ണായിട്ട് മാറി. എത്ര യുവാക്കൾ എന്ത് അള്ളാഹ് പഠിച്ച അതേ രൂപത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ലല്ലോ. എന്നാൽ വിമർശനം അല്ലെങ്കിൽ ശരീരത്തിനെ കുറിച്ചുള്ള ശത്രുത വന്നുപോയതാണ്. ആണ് പെണ്ണായി, പെണ്ണ ആണായി. അല്ലെ, എന്തൊരവസ്ഥയാണ്. അങ്ങനെ ആയാൽ എന്താണ് അതിന്റെ ശരീരത്തിന്റെ നിയമം? അത് പണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആണ് പെണ്ണായാൽ അയാൾ പെണ്ണിന്റെ നിയമം വരുവാണെങ്കിൽ അയാൾ തൊട്ടാ മുഖമൊഴിയോ? അല്ലെ, ഒരാണായ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് പെണ്ണായി, അത് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഓപ്പറേഷൻ സംവിധാനങ്ങളിലൂടെ അങ്ങനെ ചെയ്താൽ സുബ്ഹാനല്ലാഹ് തൊട്ടാ മുഖമൊഴിയോ? ആ ചെറുപ്പക്കാരൻ പെണ്ണായിട്ട് മരിച്ച ചെറുപ്പക്കാരൻ ഓന്റെ മയ്യത്ത് ആണ് കുടിപ്പിക്കേണ്ടതാ, പെണ്ണ് കുടിപ്പിക്കേണ്ടതാണോ? മസാല വേണ്ടേ? ഇസ്ലാം പണ്ട് തന്നെ ചർച്ച ചെയ്ത്, പണ്ട് തന്നെ എനിക്ക് ആണല്ല, എനിക്ക് ആണ് പെണ്ണൽ എന്തായാലും നിനക്ക് പെണ്ണിന്റെ നിയമം വരില്ല, തൊട്ടാ മുഖമൊഴിയൂല. അത് നിയമം പണ്ട് തന്നെ പഠിപ്പിച്ചതാണ്. എന്റെ കാരണം അങ്ങനെ പെണ്ണായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് കുറെ സാങ്കേതികമായ മരുന്നുകൾ മാസം കേട്ടിട്ട് വരും. അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ, താടി വരാതിരിക്കാൻ, മീശ വരാതിരിക്കാൻ. നമ്മുടെ ഈ സ്ഥലം അതിങ്ങനെ പൊക്കിക്ക് വരുന്നതുകൊണ്ട് പൊക്കലാണ്. ആ പൊക്കിയതിന്റെ രണ്ടാമത് താഴാതിരിക്കാൻ മാസം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിലോ പിന്നെ പെണ്ണിന്റെ ഭാഗമായിരിക്കും മീശ വരും, താടി വരും, പൊക്കിയതല്ലേ ഇറങ്ങി പോകും, പൊന്തി വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയും പ്രകൃതിപരമായി മരുന്ന് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം അതിന് ബാധകമല്ല. ആണ് പെണ്ണായാൽ ഓരോ തൊട്ട ഒന്നുകൂടിയൂല. മരിച്ചാലും മയ്യത്ത് പിടിപ്പിക്കേണ്ടത് ആണുങ്ങൾ തന്നെയാണ്. ഇസ്ലാം പണ്ട് തന്നെ അത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിന്റെ നിയമങ്ങൾ ഒരിക്കലും മാറ്റിവരുത്താനുള്ളതല്ല. എത്രത്തോളം പറഞ്ഞു, നമുക്ക് വേണ്ട
ഗുണകരമായ വിധി ഏതാണ്, ഗുണമില്ലാത്ത വിധി ഏതാണ്, അത് പണ്ട് തന്നെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതാണ്. കണ്ടുപിടിച്ചത് കൊണ്ട് നിനക്ക് നേട്ടമുണ്ടാവില്ല. നിന്റെ ശാരീരികമായ ഉള്ളിലുള്ള പാർട്സുകൾ മുഴുവൻ നശിച്ചു പോകും. നിന്റെ ശരീരത്തിന് അത് സുരക്ഷിതത്വമല്ല. ലഹരി അത് നിന്റെ ശരീരത്തിന് നല്ലതല്ല. നീ അത് സൂക്ഷിക്കണം, അത് സൂക്ഷിക്കണം. ഇസ്ലാം പറഞ്ഞു, പെണ്ണിന്റെ അവസ്ഥയിലായി, പെണ്ണിന്റെ നിലവാരത്തിനായി അവൾ ജനിക്കേണ്ടവരാ. എന്നല്ലാതെ ആണിനെ പോലെ എനിക്കും സ്വാതന്ത്ര്യം വേണം, അത് ചിന്തിക്കേണ്ടവരല്ല. ഇവിടെ അപകടമുണ്ടാവും. ഞാനൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ വലിയ വേദമാണ്. എന്താ, ഞാൻ തന്നെ എക്സസൈസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. എക്സസൈസ് എതിരായിട്ടൊന്നുമല്ല, നല്ലതാ. പക്ഷെ അതിന്റെ പിന്നിൽ ഇവിടെ ഒരുപാട് ഫിത്നകൾ ഉണ്ടാവും, ഒരുപാട് ഫസാദുകൾ ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ആദ്യമായി ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയിട്ട് എക്സസൈസിന് ഇറങ്ങിയതാ. ഇപ്പൊ നോക്കുമ്പോ പെണ്ണിന്റെ ഭർത്താവിന് ആവശ്യമില്ല. രാത്രി സമയത്ത് പോലും ഭർത്താവിന്റെ അനുമതിയില്ലാതെ പകൽ മാന്യന്മാരായി നടക്കുന്ന ആളുകളെ കൂടെ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നില്ല. എത്രത്തോളം പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന രാത്രി സങ്കടത്തോടെ പറഞ്ഞെന്നറിയോ, ഭർത്താവ് പുറത്തുപോയ സമയത്ത് ഭർത്താവിന്റെ ഡ്രസ്സും പാന്റും ഷർട്ടും ബാഗിൽ പാക്ക് ചെയ്തിട്ട് ഭർത്താവിനോട് ഭാര്യ പറയാൻ, നിങ്ങൾ വീട്ടുവിട്ടി ഇറങ്ങണോ, എനിക്ക് തരാത്തില്ലണോ, എനിക്ക് തരാത്തില്ലണോ, നിങ്ങൾ എനിക്ക് ആവശ്യമില്ല. ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ ഇത് എന്റെ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരു 10ഓളം എന്റെ കൂട്ടുകാരുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോ. എന്താ കാരണം, പുറത്തിറങ്ങിയതാ. ഇസ്ലാമിന്റെ നിയമം, ആ നിയമത്തിന്റെ ഏറ്റവും ഇസ്ലാമിൽ പ്രധാനപ്പെട്ട അവരെന്താ, പള്ളിയുടെ നിസ്കാരം. അതെ, ആ നിസ്കാരത്തിന്റെ പോലും പെണ്ണിനെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ ഇസ്ലാമല്ലേ. ഇന്ന് രാവിലെ എക്സസൈസിന്റെ പേരിൽ എത്ര പെണ്ണുങ്ങൾ പറയും, സാറേ അതവിടെ ഇവിടെ വെവ്വേറെ പോകുന്ന വഴിയുണ്ടല്ലേ. അതെ, ഞാൻ നമ്മുടെ സക്കീർച്ച പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് വലിയ ദുഃഖകരമായ ഒരു എന്താ, 5 പെണ്ണുമക്കളുള്ള ഒരു ഉമ്മ ഒരു 4 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു. കാരണം കാസർഗോഡിന്റെ ഒരു ഭാഗത്തിലാണ് 5 പെണ്ണുമക്കൾ. അപ്പോൾ ആ ആത്മഹത്യയുടെ പിന്നിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. 3 മാസം കാലം ജയിലിൽ നിന്നിട്ട് പുറത്തിറങ്ങിയതാണ്. 3 മാസം ജയിലിൽ ഇറങ്ങി പുറത്തിറങ്ങി ജാമ്യം. എന്നിട്ട് കേസിന്റെ കാര്യത്തിൽ സക്കീർച്ചാനെ ഇവിടെ അഡ്വക്കേറ്റ് സക്കീർച്ചാനെ സന്ദർശിച്ചപ്പോ പറഞ്ഞ വിവരം എന്താ അറിയോ, ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുടുംബം, സ്വന്തം വീട്ടിലില്ല, വാഹനമില്ല. എന്നിട്ട് പാവപ്പെട്ട ഒരു പെണ്ണിനെ തെരഞ്ഞുപിടിച്ച് കർണാടക ഭാഗത്തുള്ള ഒരു പെണ്ണാണ് തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് പിന്നെ ആ ചെറുപ്പക്കാരൻ അധ്വാനിച്ച് രാപ്പകൽ അധ്വാനിച്ച് സ്വന്തം ഒരു വീടുണ്ടാക്കി. എന്നിട്ട് സ്വന്തമായിട്ട് വാഹനമായി. അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ നിയമത്ത് വരാൻ തുടങ്ങുമ്പോ ഭാര്യയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം. എക്സസൈസിന് പോയതൊന്നുമല്ല, വീടിന്റെ ഉള്ളിലുള്ള ഭാര്യയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം. ഭർത്താവിനെ പരിഗണിക്കുന്നില്ല. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ പല മതിലിട്ട് അടിക്കാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭാര്യയുടെ സ്വഭാവത്തിൽ ഒരു മോശത്തരം കണ്ടപ്പോ ഭർത്താവ് വീട്ടിലേക്ക് CC ക്യാമറ വെച്ചു. വീടിന്റെ അവസ്ഥ അറിയാൻ. അങ്ങനെ CC രക്ഷയിൽ നോക്കുമ്പോ പരിചയമില്ലാത്ത ചെറുപ്പക്കാരൻ വന്നു പോകുന്നതന്നെ കണ്ടു. പക്ഷേ ഭാര്യയോട് ഉപദേശിക്കാൻ പറ്റുന്നില്ല. ഉപദേശിച്ചാൽ പല മതിലിട്ട് അടിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് കുറച്ച് സമയം കഴിയുമ്പോ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്താൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഉണ്ടായപ്പോ സഹോദരിയുടെ ഷഡിയുടെ ഉള്ളിൽ ഒരു കടലാസം, ആത്മഹത്യ കുറിപ്പാണ്. എന്താ കഴിഞ്ഞത്, എന്റെ മരണത്തിന്റെ കാരണം എന്റെ ഭർത്താവാണ്. അതിന്റെ പേരിൽ ഭർത്താവിനെ അറസ്റ്റ്. ഭർത്താവ് നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്യാത്തവരാണ്. എന്താ ഇതിന്റെ പിന്നിൽ? ആ ചെറുപ്പക്കാരൻ ടീച്ചറോട് സഹകരിച്ച ഇതിന്റെ പിന്നിൽ എന്താ അറിയോ, എന്റെ വീടിന്റെ ഉള്ളിലേക്ക് MDM എത്തിയതാ. അതുകൊണ്ട് എന്റെ ഭാര്യയെ സ്വാധീനിച്ചു. എന്റെ ഭാര്യയോട് ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു. വഹിച്ചു നോക്കുമ്പോ സ്വർണ്ണമില്ല. സാധനം കിട്ടാൻ വേണ്ടി സ്വന്തം സ്വർണം കൊടുത്തിട്ട് MDM വാങ്ങിയതാണ്. അങ്ങനെ വീടിന്റെ ഉള്ളിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും ഈ ഒരു സാഹചര്യം എത്തിപ്പെടുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? സ്കൂളിൽ പോകുന്ന മക്കളുടെ ബാങ്കിൽ പോലും ഇത് MDM ലഹരിയാണ്. നമ്മുടെ മക്കൾ നല്ലവരുടെ പറഞ്ഞ കാര്യമില്ല. അതിനെ പരിശോധിക്കേണ്ടതും അതിന്റെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതാണ് പറഞ്ഞത് മഹാന്മാരും ഇതിനിടയ്ക്ക് ഭയങ്കര വിമർശനായും പെണ്ണിനെതിരായി പറഞ്ഞു. ഒരിക്കലും പെണ്ണിനെതിരല്ല. പെണ്ണിന്റെ ഇസ്ലാം സ്വാധീനം കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇസ്ലാമിന്റെ നിയമത്തെ പഠിച്ചിട്ടല്ല. നമ്മുടെ നാട്ടിൽ എവിടെയോ നടക്കുന്നതല്ല. നമ്മുടെ ഈ മൊഗരാവിന്റെ ചണിയമ്പോഴ്, അതുപോലെ മൈമോനഗർ, അതുപോലെ കുപ്പറപ്പള്ളി, ഇതിന്റെ പരിസരങ്ങളിലുള്ള ഒരുപാട് ഭർത്താക്കന്മാർ ഇന്ന് കരയുകയാണ്. എന്റെ ഭർത്താവിന്റെ അനുസരണയില്ല. ഒരു മകനെ ഇറങ്ങി പോവാണ്, രാത്രി ഇറങ്ങി പോവാണ്. ചോദിക്കുമ്പോ മീറ്റിംഗ് ഉണ്ട്, അതുപോലെ ടൂർ ഉണ്ട്, ചായ സംസ്കാരമുണ്ട്. ഇതിന്റെ പേരിൽ ഇന്നാലില്ല. ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് മുസ്ലിമൊക്കെ ഇറങ്ങും. മോഹിനിങ്ങളെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൈവിട്ടു പോകും.
നമ്മുടെ കുടുംബം. എന്നിട്ടോ ആ ചെറുപ്പം ഏത് പെണ്ണറിയോ, ഒരു മകളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പറയാം, ഒരു മകൾ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഭർത്താവിന് പോയിട്ട് അതിനെ പരസ്യപ്പെടുത്താൻ കഴിയ എന്റെ ഞാൻ പരസ്യപ്പെടുത്തിയാൽ എന്റെ മകളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നമുണ്ടാകുമോ എന്ന പേടിയാണ്. ചിന്തിക്കണ്ടേ എന്താണ് പ്രശ്നം? ഇസ്ലാമിന്റെ ശരീരത്തിന് പൊടിച്ചതാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ ആദ്യം തരുന്നവൻ അള്ളാഹുവാണ്. എന്താ ആദ്യത്തുണ്ടായാലും എന്താ വസ്തുതന്റെ ആദ്യത്തിന് ഉണ്ടായിരുന്നോ? മുമ്പത്തെ ദിവസം 2 മണിക്കൂർ ദീർഘമായ രാവിലെ കിടന്ന് നിസ്കരിച്ച് പിന്നെ കുറച്ച് വാങ്ങിയാൽ കിടക്കുമ്പോൾ ഒരു നെഞ്ഞുവേദനയാണ്. പെട്ടെന്ന് സൈലന്റേക്കാർ മരിച്ചുപോയി. ആരോഗ്യക്കുറവുണ്ടായിരുന്നു, പുറത്തൊക്കെ മരിച്ചില്ലേ? മുമ്പത്തെ ദിവസം സലാത്ത് മനുഷ്യ ദീർഘമായി വാദം പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോ നമുക്ക് കേട്ട വാദഎന്താ കണ്ടത് മരിച്ചുപോയി. ആരോഗ്യത്തിന് പ്രശ്നമുണ്ടോ? ഇനി ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ വലിച്ചെറിയാം. ആരോഗ്യം നേടേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹില്ലാത്ത ആരോഗ്യം നമുക്ക് എത്ര ഉണ്ടാക്കിയാലും കിട്ടൂല. മോമിനികൾ കിട്ടൂല. അത് കർശനമായി നമ്മുടെ പറഞ്ഞു. നമുക്ക് അള്ളാഹു 100% വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഹലാലേത് ഹറാമേത് അള്ളാഹ് തന്നിട്ടുണ്ട്. അള്ളാഹ് വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഹലാലായിക്കൊണ്ട് നടക്കണം, ഹറാമായിക്കൊണ്ട് നടക്കണം. ഇല്ലെങ്കിലോ നമ്മുടെ ദുനിയാവും ആഖിറവും പോകും. കടന്നു വരുന്ന റമദാനാണ് മുഅ്മിനീങ്ങളെ തൗബ ചെയ്ത് മടങ്ങേണ്ട ആസാനം. നമ്മുടെ എല്ലാ കുറ്റകൃത്യങ്ങളും നാം അള്ളാഹുവിന്റെ ദീനിന് എതിരായി ശബ്ദിച്ചത്, പ്രവർത്തിച്ചത്, അള്ളാഹ് ഹറാമാക്കിയത്, ഹലാലാക്കിയത്, ഇതിനെതിരെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ വലിയൊരു പരാജയം നാം ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിലേക്ക് നല്ല മാർഗത്തും റാഹത്തും ഖൈറും സന്തോഷവും ഉച്ചരിച്ചു വരുമാറാകട്ടെ. ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ നാടിന്റെ ആ മഹിതമായ പേരിന് നീ കോട്ടം വരുത്തല്ലേ അള്ളാഹ്, വരുത്തല്ലേ അവർക്ക്. ഒരുപാട് ഉലമാക്കൾ, സാദാത്യങ്ങൾ, സ്വാലിഹ്യങ്ങൾ, നല്ലവരായ ഉമ്മമാരും മാതൃകാപരമായ ജീവിതം നയിച്ച ഉമ്മമാരുണ്ട്. എത്ര ഉമ്മമാരുടെ മരണവാർത്തയുണ്ട്. ഉമ്മമാരുടെ പേരെന്താ? ഞാൻ വെച്ച ഉമ്മ മറിയം, അതിന് മുമ്പ് വെച്ച ഉമ്മ ഫാത്തിമ, അതിന് മുന്നേ വെച്ചത് ഫാത്തിമ, അതിന് മുമ്പ് വെച്ചത് സുഹറ. എന്തൊക്കെ പേരാ പേര് മാത്രമായിരുന്നു. ആ പേരിനൊത്ത ജീവിതം നയിച്ചവരുണ്ടവർ എത്ര കാലം ജീവിച്ചു? 95 വയസ്സ്, 90 വയസ്സ്. എത്ര എക്സിഡന്റ് എടുത്താലും 45 ജീവിക്കണം കേട്ടോ. അങ്ങനെയാണ് അള്ള പൊരുത്തപ്പെടാത്ത ജീവിതം. ഓരോ ജീവിതം അള്ള പൊരുത്തപ്പെട്ട ജീവിതം. അതുകൊണ്ട് 95, 100, 80, 85 പേരോ നല്ല നല്ല പേരുകൾ അള്ളാഹു ആ ഉമ്മമാർക്ക് മുഴുവനും പഠിച്ചവരെ നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ്. ഫാത്തിമ ബീവിയോടൊപ്പം, ഖദീജ ബീവിയോടൊപ്പം, മറിയം ഉമ്മയോടൊപ്പം, സുഹറ ബീവിയോടൊപ്പം 4 സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മിനെ മരിച്ചുപോയ എല്ലാ ഉമ്മമാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. പരിശുദ്ധ റമദാൻ വരുമ്പോ ആ റമദാനിന് റബ്ബേ നല്ല രൂപത്തിൽ വരുന്ന ആഫിയത്ത് അല്ലാഹ്, ആരോഗ്യം അല്ലാഹ്, അമൽ ചെയ്യാനുള്ള സന്മനസ്സ് റബ്ബേ. നമ്മുടെ ഇവിടുത്തെ മുഅ്മിനീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ അംഗങ്ങൾ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് എന്തൊക്കെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ അത് മുഴുവനും നീ വിജയിപ്പിക്കണേ റബ്ബേ. അതിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ മഹല്ല് നിവാസികൾ മുഖേന റബ്ബേ നിന്റെ ബൈത്തിനിന്റെ വീട്ടിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ഇലാ ഹദ്റത്തുൽ നബിയിൽ മുസ്തഫ മുഹമ്മദ്